നീലേശ്വരം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ബോട്ട് ഉടമയുമായ ഷംസുദ്ദീനാണ് നമ്മുടെ പേര് ചേരുന്നത്. നിലവിൽ എന്താണ് പ്രതിസന്ധി ഈ മേഖലയിൽ? നിലവിൽ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടതില്ല. തീർച്ചയായിട്ടും ഈ 10-27 ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് വളർന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയായി ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ മാറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ടെർമിനലിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങളിൽ നഗരസഭയായാലും സംസ്ഥാന സർക്കാരായാലും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നഗരസഭയായാലും ജില്ലാ ശുചിത്വ മിഷനും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ ഒരു പോയിൻ്റായി ഈ ടെർമിനൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ക്യാമ്പുകൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് സെൽഫി പോയിൻ്റ് പോലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആളുകളിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന രീതിയിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ ആ ടൂറിസ്റ്റുകളിൽ കൂടി ആ സന്ദേശം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹൗസ് ബോട്ട് ഉടമകളും ഈ ടെർമിനൽ നടത്തിപ്പുകാരും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. നമുക്കറിയാം, പബ്ലിക് ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും, നല്ല വൃത്തിയുള്ള ഒരു ടെർമിനലായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നഗരസഭയുടെ ഒപ്പം തന്നെ ഇവിടുത്തെ ഹൗസ് ബോട്ട് ഉടമകളും ഈ സ്ഥാപനം നടത്തുന്ന ആളുകളും നടത്തുന്ന സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഹരിതകർമ്മസേന അവർ വളരെ കൃത്യമായി ഹൗസ് ബോട്ടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കുകയും അവർ കൃത്യമായി എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചുകൂടാണ്? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിലവിലുള്ള ഈ സ്ഥലത്ത് ഈ ടെർമിനൽ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ പ്ലാനിൽ ഇത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണവും സംരംഭങ്ങളും തുടങ്ങി വരുന്നത്. തീർച്ചയായിട്ടും ഈ ടെർമിനലിനോട് ചേർന്നിട്ടുള്ള 62 സെൻറ്റ് സ്ഥലം BRDC അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ BRDC ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മാലിന്യ വലിച്ചെറിയുന്ന അതുപോലെ തന്നെ CVP പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള പ്ലാനോട് കൂടിയുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നാണ് അപൂർവമായി സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും സർക്കാർ അതിന് പ്രാധാന്യം നൽകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ അടിസ്ഥാനപരമായി നേരത്തെ ഹൗസ് ബോട്ട് ഓണേഴ്സൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന BRDC ബിൽഡിങ്ങിലുള്ള 2 ടോയ്ലറ്റുകളാണ് ഇവിടുത്തെ ഈ നടത്തിപ്പുകാരും അതുപോലെ തന്നെ ഹൗസ് ഓണേഴ്സൊക്കെ സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് വളരെ പരിമിതമാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം ഈ നമ്മുടെ ഈ പ്രദേശത്ത് വന്നാൽ കൂടുതൽ ആളുകൾക്ക് ഇത് സന്ദർശകർക്ക് ഇവിടെ വരാനും അത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഹൗസ് ബോട്ട് യാത്രക്കാരല്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വായിക്കാനുള്ള ഒരു വായനാ ഇടം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വൈബാണുള്ളത്. പക്ഷേ കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള കുട്ടികൾ പാർക്കുണ്ട്. അവർ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള പാർക്കുകൾ അത്ര വേണ്ട രീതിയിലൊരു വികസനം ടൂറിസ്റ്റ് മേഖലയിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ? കാരണം ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഹൗസ് ബോട്ടുകളും ആ ഒരു കേന്ദ്രം. അതുകൂടാതെ ഇപ്പോൾ രാത്രി നമുക്ക് ഹൗസ് ബോട്ടുകൾക്ക് നിയന്ത്രണമുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ കൂടുതൽ ആൾക്കാരെ ഇവിടെ എത്തിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ? അല്ല, ഹൗസ് ബോട്ട് ടെർമിനൽ എന്ന നിലയ്ക്ക് ആദ്യത്തെ രീതിയിൽ ഈ ഹൗസ് ബോട്ട് വരാനും അവരെ കൊണ്ടുപോകാനും കായൽ ആസ്വദിക്കുന്ന രീതിയിലാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൗസ് ബോട്ടിനല്ലാതെ തന്നെ കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും സഞ്ചാരികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും നാളുകളിൽ സർക്കാർ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെർമിനലിനോട് ചേർന്നിട്ടുള്ള സർക്കാർ സ്ഥലം അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചെറിയ രീതിയിലുള്ള ഹോട്ടലും കഫേകളൊക്കെ തുടങ്ങാൻ സൗകര്യവും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിർഭയമായിട്ട് സ്ത്രീകൾക്കടക്കം സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഏത് സമയത്തും ടൂറിസം മേഖലയിൽ വരാനും പോകാനൊക്കെയുള്ള ഒരു ധൈര്യം കിട്ടുന്ന ഒരു സ്ഥലമാക്കി ഇത് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. സംസ്ഥാന സർക്കാർ നീലേശ്വരം നഗരസഭയുടെ തനത് ഫണ്ടിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ആരംഭിക്കാത്തത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ ബോട്ടുടമയുമായ ശ്രീജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പാർശ്വഭിത്തി നിർമ്മിക്കണമെന്നൊരു ആവശ്യം ഇവിടുത്തെ പൊതുവെ ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഹൗസ് ബോട്ടുകളെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? ഞാൻ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അച്ചാന്തുരുത്തിയാണ് എൻ്റെ വാർഡിൻ്റെ പേര്.
നമ്മളെ ഒരു ദ്വീപ് പ്രദേശത്ത് ഈ ഉപ്പുവെള്ളം കയറുന്നതുമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. ഓരോ വർഷവും അരയടി ഉയരത്തിലാണ് ഇപ്പോൾ വെള്ളം കയറി കയറി വരുന്നത്. അതുകൊണ്ട് പാർശ്വഭിത്തി വേണം നമ്മൾ ഒരുപാട് ഇറിഗേഷനായാലും മൈനർ ഇറിഗേഷനായാലും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും വേണ്ടത്ര രീതിയിൽ നമുക്ക് കരകെട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് നമ്മൾ ഈ ഹൗസ് ബോട്ട് കോട്ടപ്പുറം സൈഡിൽ 8 കോടി രൂപയുടെ ടെർമിനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് 4 ബോട്ട് മാത്രമേ ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് ഇവിടുന്ന് ആളെ എടുത്ത് പോകാൻ പറ്റൂ. പക്ഷേ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നമ്മളെ എല്ലാ ബോട്ടുകളും സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് അച്ചാന്തുരുത്തി. പക്ഷേ ഓരോ പോയിൻ്റ് ജെട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ആളെ എടുക്കേണ്ടതാണ് ഇപ്പം നടന്നു വരുന്നത്. പിന്നെ നമ്മളെ ഈ ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹബ്ബ് നമ്മൾ ഈ കോട്ടപ്പുറം അച്ചാന്തുരുത്തിയുള്ള ഹൗസ് ബോട്ട് തന്നെയാണ്. എൻ്റെ വാർഡിൽ 200ഓളം ആളുകൾ ഈ ഹൗസ് ബോട്ടുമായിട്ട് ബന്ധം. 450 വീടാണ് നമ്മുടെ അച്ചാന്തുരുത്തി ദ്വീപിലുള്ളത്. പക്ഷേ 200 ഓളം വീട്ടിലെ ആളുകൾ ഈ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ വേലിയേറ്റം നമ്മൾ ഈ തീരം നമ്മൾ അഴിമുഖം കാണുന്ന ഒരു ഹൗസ് ബോട്ട് യാത്ര ഇത് തന്നെയാണ്. ആലപ്പുഴ പോയാൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ വേലിയിറക്കം വേലിയിറക്കത്തിന് ഹൗസ് ബോട്ട് പോകാനുള്ള ചാനൽ നമുക്ക് ആഴം കൂട്ടിയാൽ മാത്രമേ ഹൗസ് ബോട്ട് കൊണ്ടുവരുള്ളൂ. വേലിയിറക്കത്തിന് ഹൗസ് ബോട്ട് നമ്മൾ ആ കരയിൽ നിന്നും പുറപ്പെടാനൊന്നും കഴിയുന്നില്ല. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പദ്ധതികൾ നിർദ്ദേശത്തിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഡ്രഡ്ജ് ഇത് ഡ്രഡ്ജ് ചെയ്ത് നമുക്ക് ആഴം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഹൗസ് ബോട്ട് മറ്റ് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റൂ. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പോൾ ആളെ നമ്മൾ എടുത്ത് പോയാൽ വരുന്ന സമയത്തായിരിക്കും ഈ വലിയ ഇറക്കം. അപ്പോൾ ആളെ നമ്മൾ ഒരുപാട് സമയം ഈ ഒരു ആങ്കർ ഇട്ട് നിർത്തിയിട്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കടത്തേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. ഈ തേജസ്വിനി പുഴയുടെ ഒരു സ്വഭാവം ഏത് രീതി, എത്രത്തോളം സുരക്ഷിതം നമുക്ക് മറ്റ് ജില്ലകളിലെ ഹൗസ് ബോട്ടുകൾ ആലപ്പുഴപ്പുറം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്? തേജസ്വിനി പുഴ നല്ല ഒരു വൃത്തിയുള്ള മേഖല തന്നെയാണ്. മറ്റ് കാണുന്നത് നമുക്ക് നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഹൗസ് ബോട്ടിൽ നിന്ന്. എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ അച്ചാന്തുരുത്തിയിലുള്ള ഒരു പ്രവാസികളുടെ കൂട്ടായ്മയുള്ള ഒരു ബോട്ടിൻ്റെ ഉടമയാണ്. നമ്മളിതുപോലെ തന്നെ പ്രവാസ മേഖലകളിൽ ജോലി ചെയ്ത് വന്നിട്ട് നാട്ടിലൊരു ജോലി കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉടമയാണ് ഞാൻ. ഇതുപോലെ തന്നെ പല കുടുംബങ്ങളും ഇത് ഹൗസ് ബോട്ട് മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇല്ല ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൗസ് ബോട്ട് നിൽക്കുന്ന ഇടം മാത്രമാണ് ശരിയായ വികസിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാനുള്ളത്. മറ്റ് നമ്മളെ കാസർഗോഡ് ജില്ലകളിൽ വേറെ ഏതെങ്കിലും ഒരു ടൂറിസം മേഖല നമുക്ക് ചൂണ്ടിക്കാട്ടാനില്ല എന്ന് ബേക്കൽ കഴിഞ്ഞ വേറൊരു സ്ഥലമില്ല എന്ന് തന്നെ വേണം പറയാൻ. പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ ഭാഗങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ മറ്റ് മേഖലകളോടുകൂടി ഇതോടുകൂടി വികസിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഞാനൊരു സർക്കാർ ജീവനക്കാരനായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ഇന്നപോലെ ഒരു ഹൗസ് ബോട്ടിൽ ഇങ്ങനെ ഒരു ഭാവി പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ആയതാണ്. അപ്പം വേണ്ടത്ര ഒരു പുരോഗതി അതിനില്ല. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മേഖലയെ കൂടുതൽ മേഖലകളിൽ നമ്മൾക്ക് യാത്രക്കാരെ യഥേഷ്ടം കിട്ടുന്നില്ല. യാത്രാ ചിലവും മറ്റെല്ലാം ആകുമ്പോൾ ഏകദേശം കിട്ടുന്ന വരുമാനം അതെങ്ങനെ ചിലവിനാറ്റില്ല. പക്ഷേ പാർട്ട്ണർമാർക്ക് ഒരു വരുമാനം നമുക്കതിൽ നിന്ന് വരുന്നില്ല. വളരെ ചുരുക്കമായിട്ട് വരുമാനം ഇല്ലൂ. നമുക്ക് പുതിയതായി ഒരു ബോട്ട് ഓടുമ്പോൾ ഭീമമായ പണമാണ് വരുന്നത്. നമുക്ക് സബ്സിഡി അത്തരം കാര്യങ്ങൾ അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെടാനുണ്ടോ? എന്താണ് അങ്ങനൊരു നമ്മളിപ്പോൾ ഏകദേശം ആളും ഈ പാർട്ട്ണർമാരാകുന്നത് ബാങ്ക് ലോണും മറ്റുമെല്ലാം എടുത്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും സബ്സിഡി വരുന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയും ഇപ്പോൾ 10-200ഓളം ആളെ അച്ചാന്തുരുത്തിയിൽ നിന്ന് ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇതിൽ അംഗങ്ങളാണ്. മിക്ക ആളും ഒരു 4 ലക്ഷം 5 ലക്ഷം ഉറുപ്പ്യ ഒരാൾക്ക് ഷെയർ വരും. അപ്പോൾ അധികം ആളും ബാങ്ക് ലോൺ മറ്റുങ്ങളെ ആക്കിയിട്ടാണ്. അപ്പോൾ അവർക്ക് സബ്സിഡി അനുവദിച്ചാൽ ആ മേഖലകളിൽ കൂടുതൽ ആൾ വരും. സീപ്ലെയിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖല. സീപ്ലെയിൻ വളരെ അനുകൂലം. ഇവിടുത്തെ കിലോമീറ്ററോളം നീളത്തിൽ 70 കിലോമീറ്ററോളം നീളമുണ്ട് ഇവിടുന്ന്. സീപ്ലെയിന് ശരിക്കും അനുകൂലമായ ഏറ്റവും അനുകൂല സാഹചര്യം തന്നെ ഇത് സീപ്ലെയിന്. ആ സീപ്ലെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ചാന്തുരുത്തി ദ്വീപെല്ലാം ശരിക്കും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കോവളം മാതിരി തന്നെ ഇവിടെ വികസിക്കും. ഈ ബോട്ട് ടെർമിനലിന് അപ്പുറം വിനോദസഞ്ചാര മേഖല കൂടുതൽ വികസിക്കണം എന്നാണോ നിങ്ങൾ? അതെ. ഇവിടെ എന്തെങ്കിലും സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതിയെല്ലാം കൊണ്ടുവന്ന് ഇപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് നമ്മൾ ഈ കായൽ യാത്ര മാത്രമേ കാര്യമായിട്ടുള്ളൂ. പിന്നെ അഴിത്തലൊക്കെ അഴിമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പുലിമുട്ട് അത് പിന്നെ അങ്ങനെ കുറച്ച് അത് ഈ വേനൽക്കാലത്തുമല്ല മഴക്കാലത്തൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം ചളിയും വെള്ളമെല്ലാമായിട്ട് നടക്കാൻ പറ്റില്ല.
ഒരുപാട് ഗസ്റ്റുകളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഇവിടെ നമ്മുടെ തെക്കൻ ഭാഗത്ത് നിന്ന് ഉദാഹരണമായി ആലപ്പുഴയിലും കുമരകത്തൊക്കെ പോയി മറ്റ് പല ദേശങ്ങളിലൊക്കെ പോയി നമ്മൾ പല കാര്യങ്ങളും ആസ്വദിച്ച് കഴിഞ്ഞാലും ഈ കോട്ടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വൈബ്, കാരണം പ്രത്യേകിച്ച് സഞ്ചാരികൾ നമ്മളോട് പങ്കുവെക്കാറുണ്ട്. നമ്മളെ യൂട്യൂബും അതോടൊപ്പം തന്നെ നമ്മളെ വെബ്സൈറ്റൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ പരമാവധി നമ്മളതിൽ പ്രയോജനപ്പെടുത്തുമാറ്. കാരണം വന്നവരുടെ റെക്കമെൻഡും കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ, കാരണം ഇത്രയും വിശാലമായ രീതിയിൽ ഏകദേശം കാര്യങ്കോട് പുഴ മുതൽ നമ്മളെ വലിയവറമ്പ് ഇടയിലക്കാടിലെ നമ്മുടെ ഏറ്റവും പ്രസിദ്ധമാർന്ന വലിയവറമ്പ് കായലിലെ ഈ ഒരു ബാക്ക് വാട്ടറിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു മങ്കി ഐലൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ സമുദ്രം മങ്കി ഐലൻഡ്, കാരണം സാധാരണ രീതിയിൽ വാനര സദ്യ ഒക്കെ കൊടുത്തുകൊണ്ട്, അപ്പോൾ അതൊക്കെ കാണുവാനും ആ പ്രദേശം സന്ദർശിക്കുവാനും ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഈ വാർത്താമാധ്യമങ്ങളൊക്കെ നമുക്ക് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് എന്താവുന്നില്ല, ഈ പ്രദേശത്ത് വരുന്നില്ല. അത് തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ജലാശയം ഈ കേരളത്തിൽ നമുക്ക് എവിടെയും ഈ ഒരു യാത്രാ സൗകര്യം നമുക്ക് കിട്ടൂല. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ മുമ്പ് മുക്കട നമ്മുടെ പെരുമ്പട്ട മുതൽ നമ്മളെ പയ്യന്നൂർ കൊച്ചി വരെയുള്ള ഒരു ജലഗതാഗത വകുപ്പിൻ്റെ നമ്മളൊരു 2-3 ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാന ഘട്ടം വരെ നമ്മൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ 1-2 പ്രദേശങ്ങളിൽ ബോട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് ആകർഷകമായ രീതിയിൽ ആലപ്പുഴയ്ക്ക് ഉണ്ട്. അതുപോലെയുള്ള സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പ് ഈ ഒരു പ്രദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനും അതിലുപരി നമ്മുടെ ഈ ഹൗസ് ബോട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്കും അതോടൊപ്പം നമ്മുടെ ഇതിൻ്റെ ഉടമസ്ഥർക്കും നല്ല രീതിയിലൊരു ബിസിനസ് നടത്തി നമുക്ക് ഗവൺമെൻറ്റിനും അതോടൊപ്പം അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഈ മേഖലയെ ആകെ വികസിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. ഈ സീ പ്ലെയിൻ പദ്ധതി ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുകയാണല്ലോ. ആ പദ്ധതി വന്നാൽ നമുക്ക് എത്രത്തോളം ഉപകാരം ഉണ്ടാവും? എന്താണ് അതിന് തടസ്സം? തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ അന്ന് ചില മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നങ്ങളാണ്. കാരണം നമ്മളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയയിൽ നമുക്ക് മാക്സിമം പറഞ്ഞാൽ 1.5 പോലും മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഈ ഒരു ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഇല്ല എന്നാണ് സർക്കാരിൻ്റെ തന്നെ വെളിപ്പെടുത്തൽ. ഇവിടെ മുമ്പ് തന്നെ സീ പ്ലെയിൻ ആവശ്യമായ രീതിയിലുള്ള ബോയകളും റൂട്ടുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2013-14 കാലഘട്ടത്തിലാണ് അന്ന് സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനത്ത് കൊല്ലം കോട്ടപ്പുറം ആ ഒരു നമ്മളെ ജലപാത, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുൻ ഗവൺമെൻറ്റുകളുടെ ഒക്കെ സ്വപ്നമായിരുന്നു. നിലവിൽ ആ ഒരു സംവിധാനം നമുക്ക് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ മേഖല പൂർണ്ണമായിട്ടും നമുക്ക് വിദേശ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സീ പ്ലെയിനൊക്കെ സംസ്ഥാന ടൂറിസം വകുപ്പ് വളരെ നല്ല രീതിയിൽ നമ്മളിപ്പം പര്യാപ്തമായി നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന പരിപാടിയാണ് സീ പ്ലെയിൻ. അത് കോട്ടപ്പുറത്ത് പഴയ കാലത്തെ ഓർമ്മയിൽ, കാരണം കേരളത്തിൽ തന്നെ ആദ്യം പറഞ്ഞ 3-4 ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് കോട്ടപ്പുറത്ത്. അങ്ങനെ നമുക്ക് സംസ്ഥാന ഭൂപടത്തിലും രാജ്യാന്തര മേഖലകളിലും ഈ കോട്ടപ്പുറത്തെ സംസ്ഥാന സർക്കാരും DTPCയും BRDC ഒക്കെ വിചാരിച്ചാൽ അതോടൊപ്പം പൂർണ്ണമായും ഞങ്ങൾ സംരംഭകരും നാട്ടുകാരൊക്കെ ഇതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ വികസിതമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണുള്ളത്. നന്ദി. ഏതായാലും ഒരു വ്യവസായ മേഖല എന്ന നിലയിലും ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനം എന്ന നിലയിലും വലിയ ഇത്തരത്തിലുള്ള പദ്ധതികൾ, കൂടുതൽ പദ്ധതികൾ ഇതിനോടനുബന്ധിച്ച് വരേണ്ടിയിരിക്കുന്നു. അത്തരം പദ്ധതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.